നോട്ട് പ്രതിസന്ധി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തുക. നോട്ട് അസാധുവാക്കിയത് ചരിത്രപരമായ വീഴ്ചയാണെന്ന് മുൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നേരത്തെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവെച്ചിരുന്നു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഇരുസഭകളിലും ഇന്ന് എന്താണ് കാണാൻ കഴിഞ്ഞത്? പ്രജീഷ്, ലോക്സഭ ബഹളം കാരണം പിരിഞ്ഞു. രാജ്യസഭ നോട്ട് മാറ്റം സംബന്ധിച്ചുള്ള ചർച്ച വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നോട്ട് മാറ്റം സംബന്ധിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ ആരംഭിച്ചു. എന്നാൽ ഇടയ്ക്ക് അത് നിർത്തിവെച്ചു. അതിനുശേഷം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. നരേന്ദ്രമോദി സഭയിലെത്തട്ടെ, എന്നിട്ട് ചർച്ച നടത്താം എന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. എന്തായാലും ആ വാശിക്ക് ഫലം കണ്ടിരിക്കുന്നു. ഇന്ന് നരേന്ദ്രമോദി സഭയിലെത്തി 12 മണിയോടുകൂടി. അതിനുശേഷം രാജ്യസഭ ചർച്ചയിലേക്ക് കടന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. മൻമോഹൻ സിംഗ് എടുത്തു പറഞ്ഞത് പ്രധാനമായും നിയമപരമായ ഒരു മണ്ടത്തരമാണ് നോട്ട് മാറ്റത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ഗുണകരമാകുന്നതല്ല ഇപ്പോഴത്തെ നോട്ട് മാറ്റം. തീവ്രവാദത്തിന് പണം ലഭിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. അത് അംഗീകരിക്കാം. പക്ഷെ സാധാരണക്കാർ കഷ്ടത അനുഭവിക്കുന്നത് തള്ളിക്കളയാനാകില്ല. വേണ്ടത്ര മുന്നൊരുക്കം ഇതിനുണ്ടായിരുന്നില്ല. റിസർവ് ബാങ്കിനും ധനമന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഇക്കാര്യത്തിൽ വീഴ്ച വന്നിരിക്കുന്നു. കാർഷിക മേഖല തകർന്നടിഞ്ഞു. രാജ്യത്തെ GDP 2% വരെ തകർച്ച നേരിട്ടിരിക്കുന്നു. ഈ സാമ്പത്തിക മേഖലയും വലിയൊരു ക്രൈസിസ് ബാധിച്ചിരിക്കുന്നു എന്നും മുൻ പ്രധാനമന്ത്രി കൂടിയായ മൻമോഹൻ സിംഗ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിനുശേഷം സമാജ്വാദിയിൽ നിന്ന് നരേഷ് യാദവും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഡെറിക് ഒബ്രോയും സംസാരിച്ചു. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ചർച്ച തുടരും. ചർച്ചയ്ക്ക് ഉപസംഹാരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്.